ഹലോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ നമ്മൾ CGL മെയിൻസ് 2025 ഇൻഡൻസ് റിവിഷൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും പോയി കാണണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ വേറൊരു കാര്യം, നമ്മുടെ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആൻസർ കീ വന്നപ്പോൾ ഒരുപാട് പേർക്ക് മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ചിലപ്പോൾ മാർക്ക് കണ്ടു കാണും. മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചവർക്ക് മാർക്കുകൾ കുറഞ്ഞു കാണും. അപ്പോൾ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മാർക്ക് കുറഞ്ഞവർ ഒരു പോയിന്റ് പോലും നിങ്ങൾ ഡൗൺ ആവരുത്. ഞാനീ പറയുന്നത് ഇനിയും അറ്റംപ്റ്റ്സ് ഉള്ളവരാ. അറ്റംപ്റ്റ്സ് ഇനി ഇല്ലാത്തവരും നിങ്ങൾ ലൈഫിൽ ബേസിക്കലി ഡൗൺ ആവരുത്. എനിക്കിപ്പോൾ നല്ലോണം ഫീവറും പനിയും ഇപ്പോഴും ശരീരത്തിലുണ്ട്. എന്നിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇതാണല്ലോ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്താണെങ്കിലും അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ലൈഫിൽ ഓപ്ഷൻ ഉള്ളൂ. ചെയ്യാതിരുന്നാൽ നമുക്ക് എന്താ ലൈഫിൽ ഓപ്ഷൻ ഉള്ളത്? ചെയ്യാതിരുന്നാൽ നമുക്ക് ലൈഫിൽ ഒന്നും ഓപ്ഷൻ ഇല്ല. വെറുതെ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് അവിടെ എവിടെയും കുത്തിയിരിക്കാന്നുള്ളൂ. എണീറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് സംഭവിക്കും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ. അപ്പോൾ ഇനി അറ്റംപ്റ്റ് ഒന്നും ഇല്ലാത്തവർ നോക്കുക, ഒരുപാട് പരീക്ഷകൾ വേറെ ഒരുപാട് ഉണ്ടാവും. ഇനി പരീക്ഷയൊന്നും ഇല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷ കൊണ്ടല്ല, ഒരുപാട് സാധ്യതകളുണ്ട്. ഓക്കെ, ഒരു ക്ലീഷേ മോട്ടിവേഷൻ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ജസ്റ്റ് ഡു യുവർ തിങ്. ഇനി അറ്റംപ്റ്റ്സിന് സാധ്യതയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം തൊട്ട് ഈ മൊമെൻ്റ് തൊട്ട് 2026 എയിം ചെയ്ത് പഠിച്ചോളുക. മാത്സും ഇംഗ്ലീഷും റീസണിങ്ങും എല്ലാം കുത്തിയിരുന്ന് പഠിച്ചോളുക. നിങ്ങൾക്ക് SSC ഇനിയിപ്പോൾ SSC നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും പരീക്ഷയിൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും ഗുണം വരുമല്ലോ. അപ്പോൾ ജസ്റ്റ് ലൈക്ക് അവിടെ തന്നെ നിൽക്കുക. ഇതൊരു ബോക്സിംഗ് റിംഗ് ആണ്, മനസ്സിലായോ? ഈ ബോക്സിംഗ് റിംഗിൽ നിങ്ങൾ അവസാനത്തെ ലാപ്പ് വരെ, അവസാനത്തെ റൗണ്ട് വരെ നിങ്ങൾ ഇടിച്ച് നിൽക്കണം. ഇടിച്ച് നിന്നേ പറ്റൂ. അങ്ങനെയുള്ളവർക്ക്, അല്ലാത്തവരൊക്കെ കളഞ്ഞിട്ട് പോകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ള പരിപാടിയായത്. നിങ്ങൾക്ക് അങ്ങനെ വേണം, കാരണം നിങ്ങൾക്ക് ലൈഫിലെ മാറ്റം വേണമല്ലോ. ഓക്കെ, അപ്പോൾ അതിലോട്ടൊന്നും കടക്കുന്നില്ല. എന്തായാലും ഇതിപ്പോൾ മെയിൻസ് എഴുതാനുള്ളവർക്കാണ്. ഈ മെയിൻസ് ഇപ്രാവശ്യം എഴുതാനുള്ളവർ ഇനി തൊട്ട് ഇത് നല്ല ശ്രദ്ധയോടുകൂടെ കാണുക. ഇനി മെയിൻസിലോട്ട് പോവാൻ സാധ്യതയില്ല എന്നിപ്പോൾ കണ്ടിട്ട് തോന്നിയവരാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ബേസിക് ആയിട്ട് ക്ലാസ് മിക്സ്ചർ ആൻഡ് എലിഗേഷൻ പോയി നിങ്ങൾ കണ്ടുവന്നോ. ഞാനിപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഇതിൻ്റെ കൂട്ടത്തിലിടും. ഇത് എടുത്ത ഉടനെ ഇനി അടുത്ത ക്ലാസ് അതാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, ആ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നമുക്ക് അങ്ങനെ അടുത്ത പ്രാവശ്യം പിടിക്കാമല്ലോ. അടുത്ത പ്രാവശ്യം CGL CHSL നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കത് എഴുതി പിടിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ആ കാര്യത്തിൽ വെറുതെ ഡിപ്രസ്ഡ് ആയോ അല്ലെങ്കിൽ ഇതായിരിക്കരുത്. ഇനി വേറൊരു കാറ്റഗറി ഉണ്ടല്ലോ അല്ലേ? വേറൊരു കാറ്റഗറി ഉണ്ട്. ശരിയാ. അതായത് എഴുതാൻ ഉറപ്പില്ല എന്നുള്ളവരുണ്ട്, എഴുതുമെന്ന് ഉറപ്പുള്ളവരുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എഴുതാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന്, മീൻസ് ഇപ്പോൾ 151 141 ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് കട്ട് ഓഫ് വന്ന ആൾക്കാരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും കണ്ടോ. ഒന്നില്ലെങ്കിൽ ഇപ്രാവശ്യം എഴുതുന്നതിന് നന്നായിട്ട് ഉപകരിക്കും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ മെയിൻസിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തോ. കാരണം നിങ്ങൾ എന്തായാലും അടുത്ത പ്രാവശ്യത്തെ മെയിൻസ് എഴുതുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പം തന്നെ ഇത്രയും മാർക്ക് മേടിച്ച ആൾക്കാരാണെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ മെയിൻസ് നിങ്ങൾ എന്തായാലും എഴുതും. അപ്പോൾ നിങ്ങൾക്കും ആ കൺഫ്യൂഷൻ വേണ്ട. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റിക്കളഞ്ഞേക്കുക. നമ്മൾ പഠിക്കാനാണ് പോകുന്നത്, പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. എല്ലാവരും പെന്നും പേപ്പറും എടുത്ത് ഫോക്കസ്, ഹൈപ്പർ ഫോക്കസോടുകൂടി ഇരുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ എപ്പോഴും നിങ്ങൾക്ക് വലിയ മാത്സ് ജീനിയസ് ആവണമെന്നൊന്നുമില്ല ഇതൊക്കെ സോൾവ് ചെയ്യാൻ. ഇതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കൂ. എ പ്രോഫിറ്റ് ഏൺഡ് ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹1032 ഈസ് ഈക്വൽ ടു ദ ലോസ് ഇൻകേർഡ് വെൻ ദ സെയിം ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ ₹648. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആർട്ടിക്കിളുണ്ട്, ഒരാർട്ടിക്കിളിന് ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ടാവുമല്ലോ. അതെന്താ, ഞാനൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഞാനത് റീറ്റെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതിനൊരു കോസ്റ്റ് പ്രൈസ് ഉണ്ടാവും. ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ട് അല്ലേ, CP എന്ന് വിളിക്കാം. എന്നിട്ട് എനിക്കതിനെ ലാഭത്തിൽ വിൽക്കണമെങ്കിൽ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്താ, ഇതിനെക്കാട്ട് കൂടുതലായിരിക്കണ്ടേ. അപ്പോൾ ലാഭം ഈ സൈഡിലാണെന്ന് വിചാരിക്കും, ഇതിനെക്കാട്ട് കൂടുതലായിരിക്കണം. നഷ്ടമാണെങ്കിൽ എന്താ, കോസ്റ്റ് പ്രൈസിനെക്കാട്ട് കുറവിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതേ കുറവ് ഇവിടെ ഇങ്ങനെ കൂടുന്നു, ഇവിടെ കുറയുന്നു. ഇവിടെ ലാഭം, ഇവിടെ നഷ്ടം. അപ്പോൾ ഇവിടെ നഷ്ടം ഇവിടെ നമുക്ക് എഴുതാം. ഇതാണ് ലാഭനഷ്ടങ്ങളുടെ ഒരു മാപ്പ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എ പ്രോഫിറ്റ് ഏൺഡ് ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹1032. 1032 രൂപയ്ക്ക് കൊടുക്കുമ്പോഴുള്ള ലാഭം. അപ്പോൾ ലാഭം ഇവിടെ അല്ലേ. അപ്പോൾ 1032 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 1032 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഉള്ളൊരു ലാഭം ഈസ് ഈക്വൽ ടു ദ ലോസ് ഇൻകേർഡ് വെൻ ദ സെയിം ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ ₹648. ഈ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
48 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നഷ്ടമാണ്. അപ്പോൾ എന്താ 648 ഇവിടെ നഷ്ടമാണേ. നഷ്ടം ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് നഷ്ടമാണ്. കൊടുക്കുമ്പോൾ നഷ്ടത്തിന് തുല്യമാണ്. അതെന്താ? ഇത് ഇങ്ങനൊരു ലൈൻ വരച്ചാൽ CP ചിലവായ പൈസയിൽ നിന്ന് ലാഭത്തിലോട്ടുള്ള ദൂരവും ചിലവായ പൈസയിൽ നിന്ന് നഷ്ടത്തിലോട്ടുള്ള ദൂരവും ഒന്നാണ്. എപ്പോൾ 1032 രൂപയ്ക്ക് കൊടുക്കുമ്പോഴും 648 രൂപയ്ക്ക് കൊടുക്കുമ്പോഴും അല്ലേ? എന്താണ് ആ ലോജിക്ക് മനസ്സിലായില്ലേ? 1032 രൂപയ്ക്ക് കൊടുത്തപ്പോൾ ഉള്ളത് ഈ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എന്താ? ലാഭം ഈസ് ഈക്വൽ ടു 642 രൂപയ്ക്ക് കൊടുത്തപ്പോൾ ഉള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആണ് നഷ്ടം. ലാഭം നഷ്ടം ഈക്വലാ. അപ്പോൾ ഈ ലൈനിൻ്റെ ടേംസിൽ നമ്മൾ പഠിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഇഫ് ദ പ്രോഫിറ്റ് ഈസ് 30%? ഓക്കെ, അപ്പോൾ ഈ സാധനം 30% ലാഭത്തിന് ഞാൻ വിൽക്കുകയാണെങ്കിൽ എന്താ സെല്ലിംഗ്, ഏത് വിലയ്ക്കാണ് വിൽക്കേണ്ടതെന്ന്. അത് ഏത് വിലയ്ക്ക് വിൽക്കണമെന്ന് അറിയാൻ എന്താ? എനിക്ക് CP അറിയണ്ടേ. CPയോട് കൂടെ 30% കൂടിയാലേ എനിക്ക് ആ ഫിഗർ കിട്ടുള്ളൂ. അപ്പോൾ CP കണ്ടുപിടിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, CPന്ന് ഇങ്ങോട്ടുള്ളതും ഡിസ്റ്റൻസ് ഈക്വൽ അല്ലേ? ലാഭവും ഈക്വലാണ്, നഷ്ടവും ഈക്വലാണ്. അപ്പോൾ ഈ CP എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് അല്ലേ? മിഡ് പോയിന്റ് ആണ്. ആ ലൈനിൻ്റെ മിഡ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ ആവറേജ് എന്താ? 1032 648 ആവറേജ്. 1032 648 എത്രയാ? 10 1 4 8 അല്ലേ? പിന്നെന്താ 1680 പകുതി. എന്താ 1000 പകുതി? 1000 500, 600 പകുതി 300. അപ്പം എന്താ 800, 80 പകുതി 40, 840 തന്നെയല്ലേ? അതെ, 840 ആണല്ലോ മിഡ് പോയിന്റ്. അപ്പോൾ CP എന്താണ്? ചെലവ് വരുന്ന പൈസ, ഇതിൻ്റെ ചെലവ് 840. ഇത് ഞാൻ ഈ 30% ലാഭത്തിന് വിൽക്കണം. അതെങ്ങനെയാണ്? 840 അതിൻ്റെ 30% കൂടുതൽ. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 30% കൂടുതൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 100 + 30/100 എന്നല്ലേ? അപ്പോൾ എന്താ 130/100 എന്ന് വരും. അപ്പോൾ എന്താ 13/10 എന്ന് വരും അല്ലേ? 13/10, 0 വെട്ടിപ്പോയി. 84/13 എന്ത് വരുമ്പോൾ എന്താ? 12, 32, 24, 25, 4, 8, 2, 5, 4, 9, 8, 2, 9, 10. 1092 ഉണ്ടോ ഓപ്ഷൻസിൽ? ഉണ്ട്. എന്താ? ഓപ്ഷൻ C. അപ്പോൾ ഓപ്ഷൻ C 1092 ആണ് ഉത്തരം. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായല്ലോ. അടുത്ത ക്വസ്റ്റിനിൽ പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്നാണ്. ഇത് നമുക്ക് ആ മീഡിയൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ. മീഡിയൻ ഒരു ഇക്വേഷൻ ഉണ്ട്. മീഡിയൻ ഈക്വൽ ടു L + n/2 - CF എന്താ F × H എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. ഇത് ഉപയോഗിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എളുപ്പത്തിൽ. അപ്പോൾ മീഡിയനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഈ ടേബിൾ ഞാനിവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുക. ഓക്കെ, മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഡ് പോയിന്റ് ആണ് അല്ലേ? മിഡ് പോയിന്റാണ്. നിങ്ങൾ ആ നമ്പർ ഓഫ് ലേബറേഴ്സിൻ്റെ ഇത് നോക്കിയേ. ആ നമ്പർ ഓഫ് ലേബറേഴ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാരല്ലേ? ആൾക്കാരുടെ എണ്ണമാണ്, മൊത്തമുള്ള ആൾക്കാരുടെ എണ്ണമാണ്. അപ്പോൾ മൊത്തമുള്ള ആൾക്കാർ ഇങ്ങനെ നിരത്തി നിർത്തിയാൽ അതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ എടുക്കണം. അപ്പോൾ മൊത്തം എത്ര ആൾക്കാരുണ്ട് അത് നമുക്ക് കൂട്ടി നോക്കിയാലേ 22 എന്താ 22ഉം 38ഉം എന്ന് പറയുമ്പോൾ എന്താ 60ആയി. പിന്നെ 46 എന്ന് പറയുമ്പോൾ 106ആയി. അപ്പോൾ 106ഉം 35ഉം എന്തായി? 141ആയി. 141ഉം 20 എന്താ? 161 പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. 161 പേര് നിരന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നടുക്കുള്ള ആളായിരിക്കും. കാരണം എന്താ? 161 പേര് നിരന്ന് നിൽക്കുന്നുണ്ട്. 160ൻ്റെ പകുതി എന്താ? 80 അല്ലേ? അപ്പോൾ 81ാമത്തെ ആളല്ലേ പകുതി അല്ലേ? 81ാമത്തെ ആളിവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് 80 ആൾക്കാർ, അങ്ങോട്ടും 80 ആൾക്കാർ. അപ്പോൾ 80 160 പ്ലസ് ഇവനും കൂടെ വരുമ്പോൾ 161. അതുകൊണ്ടാണ് 81ാമത്തെ ആളാണ് നടുവിൽ നിൽക്കുന്നത്. 81ാമത്തെ ആളാണ് നടുവിൽ നിൽക്കുന്നത്. ഇനി 81ാമത്തെ ആൾ എവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ വീണ്ടും ഈ ടേബിളിൽ നോക്കിയേ. ടേബിൾ വരട്ടെ. ടേബിൾ നോക്കിയേ. ആദ്യം 22 ആൾ, പിന്നെ 38 ആൾ. അപ്പോൾ എത്ര ആൾക്കാരായി? അപ്പോൾ 60 ആൾക്കാരായി. പിന്നെ എത്ര? 46 ആൾക്കാരാണ് വരുന്നത്. 60 46 കൂടുമ്പോൾ എന്തായി? ഇതായി നമ്മുടെ 106ആയി. അപ്പോൾ എന്താ? ആ 46ൻ്റെ അവിടെയല്ലേ വരുന്നത്. കാരണം 60ൽ നിന്ന് 46ലോട്ട് പോകുന്നതിൻ്റെ 46 പേര് പോകുന്നതിൻ്റെ ഇടയ്ക്കല്ലേ 81ാമത്തെ ആളുള്ളത് ആണ്. അപ്പോൾ 46ൻ്റെ ഇടയ്ക്കുള്ളത് എന്താ? 20ഉം 30ഉം. 20ൻ്റെയും 30ൻ്റെ ഇടയ്ക്ക് എന്താ ഉള്ള ഓപ്ഷൻസിൽ? 24.46 അല്ലേ? അപ്പോൾ ഓപ്ഷൻ A ആണ് ഉത്തരം. ഇങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം മിഡ് പോയിന്റ്. മനസ്സിലായോ? അപ്പോൾ 24.46. അപ്പോൾ വേറൊരു ചോദ്യം വരും. ഇവിടെ 20ൻ്റെയും 30ൻ്റെ ഇടയ്ക്കുള്ള 2 വാല്യൂ ആ ഓപ്ഷനിൽ. ഇപ്പോൾ വേറെ ഒരു 28.7 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും ഇതിലെന്ന് ചോദിച്ചാൽ
നമുക്ക് സിമ്പിളായിട്ട് വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ഇവിടെ വായിക്കട്ടെ. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ 2 വാല്യൂ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് ഈ ടേബിൾ ഞാൻ ഇവിടെ ഇതേപോലെ എഴുതുക, 22, 38, 46 ഇങ്ങനെയല്ലേ പോകുന്നത്. ഞാൻ എന്താ പറഞ്ഞത്, 22, 38 വരുമ്പോൾ ആദ്യം എന്താ ഇത് 60 പേരായി. പിന്നെന്താ, പിന്നെ അടുത്തതിലോട്ട് വന്നപ്പോൾ എന്താ അവിടുന്ന് 60 നിന്ന് 46 കൂടെ വന്നപ്പോൾ 106 പേരായി. അപ്പം ഇവിടെയാണ് ഉള്ളത് ഈ 20ൻ്റെയും എന്താ 30ൻ്റെ ഇടയ്ക്കാണ് വാല്യൂ ഉള്ളത്. അതേസമയം വേറൊരു വാല്യൂ കൂടെ ഉണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആ തന്ന വാല്യൂ എന്താ 27 ആണെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 24.46 അല്ലേ, മറ്റേ വാല്യൂ 27 ആണെന്ന് വിചാരിക്കുക. അപ്പം എന്താ ഇത് പറയുന്നേക്ക്, ഈ 106 വരുന്ന സമയത്ത് ഈ 46ൻ്റെ പകുതി എന്താ, 46ൻ്റെ പകുതി 23 അല്ലേ. അപ്പോൾ 60 നിന്ന് 46 പോകാതെ ഇവിടെ 23 ആദ്യം വന്നിട്ട് 23 എന്ന് പറഞ്ഞ് 2 പകുതി ആക്കാം. അപ്പോൾ എന്താ നടുവിലുള്ളത് എന്താ 25. അപ്പോൾ 25ൻ്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ നോക്കിയാൽ പോരെ. അപ്പോൾ 81 എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്, 60ഉം 25ഉം തന്നെ എന്തായി 85ആയി. അപ്പം ഇവിടെ 25ൻ്റെ മേളിലല്ലേ, മേളിലത്തെ സൈഡിലല്ലേ, മേളിലത്തെ സൈഡിലാണ് വരുന്നത്. അപ്പോൾ മേളിലത്തെ സൈഡിൽ എന്താ 25നെക്കാട്ടും കുറവുള്ളത്, 25നെക്കാട്ടും കുറവുള്ള ഇതിൽ ഏതാ 24.46. അങ്ങനെയാണ് 2 എണ്ണം എന്താ ഒരേപോലത്തെ 20നും 30ൻ്റെ ഇടയ്ക്ക് 2 വാല്യൂ വന്നാൽ നമ്മൾ തീരുമാനിക്കുന്നത്. മനസ്സിലായല്ലോ? ഒന്നും കൂടെ ഞാൻ സിമ്പിളാക്കി പറഞ്ഞുതരാം. നമ്മൾ ഈ ഓപ്ഷൻ എ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, നമ്മൾ ഈ ഓപ്ഷൻ എയിലോട്ട് വന്നത് എങ്ങനെയാണ്, 22 ഉണ്ട്, 38 46 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ 81ാമത്തെ ആളാണ് മിഡിൽ. അപ്പോൾ എന്താ 22, 38 ആകുമ്പോൾ തന്നെ 60ആയി. 60 നിന്ന് 46 വരുമ്പോൾ എന്താ അപ്പം തന്നെ 106ആയി. അപ്പോൾ ഈ 60 നിന്ന് ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ 46ൻ്റെ സ്കെയിലാണ് ആര് കിടക്കുന്നത്, 60ൻ്റെ 106ൻ്റെ ഇടയ്ക്കല്ലേ ആര് 81. അപ്പോൾ 46ൻ്റെ സ്കെയിൽ 81 കിടക്കുന്നത്. 46ൻ്റെ സ്കെയിലിൻ്റെ ഇടയ്ക്ക് 20ഉം 30ഉം വാല്യൂസ് ഉണ്ട് ടേബിളിൽ അല്ലേ. അപ്പോൾ 20ൻ്റെയും 30ൻ്റെ ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ ഓപ്ഷനിൽ നോക്കിയപ്പോൾ എന്താ 20ൻ്റെയും 30ൻ്റെ ഇടയ്ക്ക് 24.46 ഉള്ളൂ. അപ്പോൾ എന്താ അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ എ എടുത്തു. ഇനി 20ൻ്റെയും 30ൻ്റെ ഇടയ്ക്കുള്ള വേറൊരു 28 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പിന്നെയും പോകണം, 46നെ പകുതിയാക്കണം. 46നെ പകുതിയാക്കുമ്പോൾ എന്താ 23. അപ്പോൾ 60ൽ നിന്ന് 23 വന്നു, പിന്നെ ഒരു 23 പോകണ്ടേ. അപ്പോൾ 60ഉം 23ഉം ആയ എന്താ 83ആയി. 83ആയി. അപ്പോൾ 83 ആയി. അപ്പോൾ എന്താ ഈ ആദ്യത്തെ പകുതിയിലാണ് കിടക്കുന്നത്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയാലായിരുന്നു 2ാമത്തെ പകുതി. അപ്പോൾ 83 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പകുതിയിലാണ്. അതെന്താ ഈ 23ൻ്റെ 25ൻ്റെ മേളിലാണ്. ഇവിടെ 25 പകുതി. അപ്പോൾ 25ൻ്റെ മേളിലാണ്. 25ൻ്റെ മേളിൽ കിടക്കുന്നത് എന്താ 24 അല്ലേ. മേളിൽ ഉദ്ദേശം എന്ന് വെച്ചാൽ 25 കുറവെന്ന ഉദ്ദേശം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചൂസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇടാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ നോക്കോ. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ എ സം ഓഫ് ₹20,000 അറ്റ് ദ എൻഡ് ഓഫ് 2 years compounded annually is ₹2,050. Find the compound interest at the end of the 3rd year. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ, ഇത് നമുക്ക് ബേസിക് മെത്തേഡിൽ ചെയ്ത് സ്പീഡിൽ ചെയ്യാം. നമുക്കത് സ്പീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഇതാണ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്, 20,000 ആണ് മുതൽ അല്ലേ. 2 വർഷം കഴിഞ്ഞുള്ള കൂട്ടുപലിശ, അതായത് ആദ്യത്തെ വർഷവും 2ാമത്തെ വർഷവും കഴിഞ്ഞുള്ള കൂട്ടുപലിശ എത്രയാണ്, 2050. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ 3rd year. അവസാനത്തെ വർഷമുള്ള എല്ലാം കൂടെ വരുന്ന കൂട്ടുപലിശയാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. ആദ്യത്തെ 2 വർഷം കൊണ്ട് കൂട്ടുപലിശ എത്രയാണ്, 2050. പലിശ വരുമ്പോൾ ഉണ്ടല്ലോ, പലിശ മുതലിൻ്റെ ഇതായിട്ട് നോക്കും. 2050 എന്ന് പറഞ്ഞാൽ ഏകദേശം 2000ൻ്റെ അടുത്ത്. 2000 എന്ന് പറഞ്ഞാൽ 20,000ൻ്റെ എത്രയാണ്, 10%. അതായത് ഒരു വർഷം ഏതാണ്ട് 5% വെച്ചാണ് കൂടുന്നത്. ആ സാധനം കിട്ടി. അപ്പോൾ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ മുതലിൻ്റെ പുറത്തും പലിശ വരും, പലിശയുടെ പുറത്തും പലിശ വരും. ഇനീഷ്യൽ മുതലിൻ്റെ പുറത്തും പലിശ വരും, അവസാനം നിൽക്കുന്ന കൂട്ടുപലിശയുടെ പുറത്തും പലിശ വരും അല്ലേ. അപ്പോൾ
2050 കൂടെ മൂന്നാമത്തെ വർഷത്തിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് മുതലിൻ്റെ പുറത്ത് പലിശ 20,000 എന്താ 5%, 20,000 10% എത്രയാണ് 2,000. അപ്പോൾ 20,000 5% എത്ര, അതിൻ്റെ പകുതി 1,000. അപ്പോൾ 1,000 കൂടും. പിന്നെന്താ പലിശയുടെ പുറത്ത് പലിശ, അതുവരെ ഉണ്ടായ കൂട്ടുപലിശ 2050 പുറത്തും 5% വരും. 2050 10% എന്താ 205. അതിൻ്റെ പകുതിയല്ലേ 5%. 205 പകുതി എന്താ 200 പകുതി 100, 5 പകുതി 2.5. അപ്പോൾ 102.5. 102.5. അപ്പോൾ എന്ത് വന്നു, അയ്യോ 1000. അത് എഴുതി വൃത്തികേടാക്കി കളഞ്ഞ, സോറി. അപ്പോൾ 20,000 മുതൽ. ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും കൂടിയുള്ള പലിശ 2050 അല്ലേ പറഞ്ഞത്, 2050. മൂന്നാമത്തെ വർഷത്തെ കൂട്ടുപലിശ എത്രയാണെന്ന് കൂടെ കൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ എന്താ, മൂന്നാമത്തെ വർഷത്തിലോട്ട് കയറുമ്പോൾ മുതലിൽ പലിശ എന്താണെന്ന് പറഞ്ഞത് 5%. മുതലിൽ 5% എന്താ, ഇതിൻ്റെ 10% 2,000. അപ്പോൾ 5% എന്ന് പറഞ്ഞാൽ 1,000. അപ്പോൾ +1,000 പ്ലസ് പലിശയുടെ പുറത്ത് ഇതിൻ്റെ പുറത്ത് രണ്ടാമത്തെ വർഷം നിന്നതിൻ്റെ പുറത്ത്, ഇത് നോക്കരുത്, രണ്ടാമത്തെ വർഷം നിന്നതിൻ്റെ പുറത്ത് 5%, ഇതിൻ്റെ 10% 205. അപ്പോൾ 5% എന്താ 102.5. 102.5. അപ്പോൾ എല്ലാം കൂടെ എന്താ 0.5 2 5 1 2 3 3152.5. ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബേസിക്കലി ചിന്തിക്കണേ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മുതലിൻ്റെ പുറത്തും പലിശ കയറും, കൂടി വന്ന പലിശയുടെ പുറത്തും പലിശ കയറും, എന്നിട്ട് വരുന്നതാണ് കൂട്ടുപലിശ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിൽ പോവാം. ഓക്കെ, അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിക്കോ. ഓൾ ദ സ്റ്റുഡൻസ് of a class perform poorly in an examination of mathematics and the teacher awarded 10 marks grace marks to each students. Which among the statistical measures will not change even after the grace marks were given? അതായത് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ 10 ഇങ്ങനെ കുറച്ച് പിള്ളേരുണ്ട്, 10 പിള്ളേരുണ്ട്, അല്ലെങ്കിൽ കുറേ പിള്ളേരുണ്ട്. ഇവരെല്ലാവരും മാത്സിൽ നല്ല മോശമായിട്ടാണ് പെർഫോം ചെയ്തത്, നമ്മുടെ ചാനൽ കാണാത്തതുകൊണ്ട്. ഓക്കെ, വെറുതെ പറഞ്ഞാൽ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, എല്ലാവർക്കും 10 മാർക്ക് ഗ്രേസ് മാർക്ക് വീതം കൊടുത്തു, വളരെ ലിബറലായിട്ട്. അപ്പോൾ എല്ലാവരുടെയും മാർക്ക് ഇങ്ങനെ 10 മാർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുക. കണ്ടോ, പുതിയത് വന്ന്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സാണ് ചേഞ്ച് ആവാത്തതെന്ന് ഞാനൊരു കാര്യം പറയാം. മൊത്തം ഇങ്ങനെ കുറച്ച് സാമ്പിളുണ്ട്. ഈ സാമ്പിളായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്താലോ എടുത്തു മാറ്റിയാലോ, ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ മാറാതെ നിൽക്കുന്ന 2 സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സേ ഉള്ളൂ. ഒന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പിന്നെ വേരിയൻസും. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ആണ് മാറാത്തത്. ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ. മൾട്ടിപ്ലൈ ചെയ്താൽ കേസ് വേറെയാണ്. അപ്പോൾ ഇവിടെ എന്താ, ഓപ്ഷൻ ഡി വേരിയൻസ് ആണ് മാറാത്തത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മീനിൻ്റെ കാര്യം എടുക്കാമെന്ന് വിചാരിക്കും. മീൻ ഓപ്ഷൻ എ. ഇപ്പോൾ എല്ലാത്തിലും 10 മാർക്ക് ആഡ് ചെയ്താൽ മീനിലും അതിനനുസരിച്ച് ആ 10ൻ്റെ വ്യത്യാസം വരും. ഇപ്പോൾ മീഡിയൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മിഡ് പോയിൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്ഥലം, അവിടെ എന്താ 10 മാർക്കിൻ്റെ വ്യത്യാസം വരുമ്പോൾ അതും മാറും. പിന്നെ മോഡ് എടുത്താൽ ഇപ്പോൾ ഇങ്ങനെ 10 പേരുള്ളതിൽ അവസാനത്തെ ഇത്രയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അതാണല്ലോ മോഡെന്ന് പറഞ്ഞാൽ. അതാണെന്ന് വിചാരിക്കുക. അതിനകത്ത് 10 ആഡ് ചെയ്താലും എന്താ, ആ റിപ്പീറ്റേഷനിലും ആ മാറ്റം വരില്ലേ. അപ്പോൾ മാറാതെ നിൽക്കുന്നത്, ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ മാറാതെ നിൽക്കുന്ന 2 സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താ, വേരിയൻസ് ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അടുത്തതിൽ പോവാം. അപ്പോൾ അടുത്ത പ്രോബബിലിറ്റി എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ബൈനോമിയൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അത് ഇക്വേഷൻ ഓർമ്മയിൽ വെക്കാതെ എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മളത് കണ്ടുപിടിക്കും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുള്ളവരുതേ ഇപ്പോൾ എൻ്റെ കൂടെ ക്വസ്റ്റ്യൻ വായിച്ച് എൻ്റെ കൂടെ ചെയ്തോ, ഓർമ്മയില്ലാത്തവർ അത് പോയിട്ട് ഒന്നുകൂടെ അത് കണ്ടിട്ട് റിവൈസ് ചെയ്തിട്ട് വരുന്നിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് വായിക്കാം. റാം പ്ലേസ് 3 games ഓഫ് ചെസ് വിത്ത് ശ്യാം. അപ്പോൾ മൊത്തം 3 ഗെയിം കളിക്കുന്നുണ്ട്. പ്രോബബിലിറ്റി ദാറ്റ് റാം വിൻസ് ഇറ്റ് ഈസ് 0.5. പ്രോബബിലിറ്റിയും കിട്ടി. ജയിക്കാനുള്ളത് 0.5 ആണ് പ്രോബബിലിറ്റി. ഓക്കെ, തോക്കാനുള്ളത് 0.3, ഡിഫീറ്റ് 0.3. പിന്നെന്താ, വൈൽ ഫോർ ടൈ ഇറ്റ്സ് 0.2. ടൈ ആവാനുള്ളത് 0.2.
അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് റാം വിൻസ് എക്സാക്ട്ലി 2 ഗെയിംസ്. എക്സാക്ട്ലി 2 ഗെയിം റാം ജയിക്കുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ മൊത്തം എത്ര ഗെയിം കളിക്കുന്നുണ്ട്? മൊത്തം 3 ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ 2 ഗെയിം ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കേസ് വരും. എന്താ 2 ഗെയിം ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് 2 ഗെയിം ജയിക്കുന്നു, വേറൊരെണ്ണം തോക്കുന്നു. അല്ലെങ്കിൽ 2 ഗെയിം ജയിക്കുന്നു, വേറൊരെണ്ണം ടൈ ആവുന്നു. അല്ലെങ്കിൽ എന്ന് വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ എന്ന് വരുമ്പോൾ എന്താ പറയണ്ടേ? അല്ലെങ്കിൽ ഓർ എന്ന് വരുമ്പോൾ പ്ലസ് വരണം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ എന്താ ആദ്യം എന്താ 2 ഗെയിം ജയിച്ചിട്ട് 1 ഗെയിം തോക്കുന്ന പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ എന്താ മൊത്തം എത്ര ഗെയിം? 3 ഗെയിം. അതിൽ 2 ഗെയിം എടുത്തു. ആ 2 ഗെയിം എടുത്തിട്ട് എന്താ സംഭവിച്ചേ? അതിൽ 2 ഗെയിം എടുത്തിട്ട് അതിൽ ജയിക്കുന്ന പ്രോബബിലിറ്റിയാണ് അല്ലേ? ജയിക്കുന്ന പ്രോബബിലിറ്റി. അപ്പോൾ എന്താ 0.5. എത്ര പ്രാവശ്യം പ്രോബബിലിറ്റി? 2 പ്രാവശ്യം. കാരണം എന്താ 2 പ്രാവശ്യം ജയിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേതെന്താ? മറ്റേത് തോക്കുന്ന പ്രോബബിലിറ്റി അല്ലേ പറഞ്ഞത്? മറ്റേത് തോക്കുന്നു. 0.3 എത്ര? 1 പ്രാവശ്യം. കാരണം 2 പ്രാവശ്യം ജയിച്ചു. മൊത്തം 3 കളിയല്ലേ, അതിൽ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം തോറ്റു. അല്ലെങ്കിൽ എന്താ പറഞ്ഞേ? 2 ഗെയിമിൽ ജയിക്കുന്നു, സെയിം. എന്താ 2 ഗെയിമിൽ ജയിക്കുന്നു, സെയിം ഇത്. എന്നിട്ട് ഒരെണ്ണത്തിൽ എന്താ? ടൈ. ടൈ എന്താ? 0.2 ഒരെണ്ണത്തിൽ. ഇതാണ് സംഭവം അല്ലേ? അത്രേ ഉള്ളൂ. ഇനി എന്താ ഈ 3C2 × 0.5 സ്ക്വയർ ഇതിനകത്ത് രണ്ടിലും കോമൺ അല്ലേ? അപ്പോൾ അതിങ്ങ് എടുക്കാമല്ലോ. 3C2 0.5 സ്ക്വയർ അതെടുക്കാമല്ലോ. ഇൻറ്റു എന്താ 0.3 അത് തന്നെ, 0.2 അത് തന്നെ. അപ്പോൾ എന്താ 0.3 + 0.2 0.5 അല്ലേ? അപ്പോൾ എന്താ ഇത് വരുന്നത്? 3C2 എന്ന് പറഞ്ഞാൽ 3 × 2 / 2 × 1. അപ്പോൾ 2 × വെട്ടിപ്പോയി 3 × 0.5 ദ ഹോൾ സ്ക്വയർ. 0.5 ഹോൾ സ്ക്വയർ × 0.5 എന്താ? ക്യൂബായി അല്ലേ? ക്യൂബായി. അപ്പോൾ എന്തായി? 3 × 0.5 ക്യൂബ്. 5ൻ്റെ ക്യൂബ് എന്താ? 125. അപ്പോൾ 0.5ൻ്റെ ക്യൂബ് എന്താ? 0.125. 0.125 × 3. 125 × 3 എന്താ? 3 × 5 15. 3 × 2 6 7 3. അപ്പോൾ എന്താ? 3 0.3 0.375. കണ്ടോ? 0.375 കൂടെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ 0.375 ഏതാ ഓപ്ഷൻ? 0.375 ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഉത്തരം. മനസ്സിലായല്ലോ? ഇങ്ങനെ ഭാഷ പറഞ്ഞ് ഇത് ചെയ്യുമ്പോഴല്ലേ മറ്റേ ഇക്വേഷൻ ഇടുന്നതിനെക്കാട്ടും എളുപ്പം. അപ്പോൾ ഓപ്ഷനെ ഉത്തരം വന്നാൽ എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിനിൽ പോവാം. ഹലോ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും പ്രോബബിലിറ്റി എന്നാണ്. ബാഗ് 1 കണ്ടെയ്ൻസ് 3 റെഡ് 4 ബ്ലാക്ക് ആൻഡ് 3 വൈറ്റ് ബോൾസ്. ഫസ്റ്റ് ബാഗ് ഉണ്ട്. ഫസ്റ്റ് ബാഗിൽ എന്താ? 3 റെഡ് 4 വൈറ്റ് ആൻഡ് 4 ബ്ലാക്ക് ആൻഡ് 3 വൈറ്റ് ബോൾസ്. 3 വൈറ്റ് ബോൾസ്. ബാഗ് 2, ഇത് ബാഗ് 1, ഇത് ബാഗ് 2. ഒരു മിനിറ്റ്, ഷെയ്ക്ക് ഉണ്ടല്ലേ ക്യാമറയിൽ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ബാഗ് 2 കണ്ടെയ്ൻസ് 2 റെഡ് 2 റെഡ് 5 ബ്ലാക്ക് 5 ബ്ലാക്ക് ആൻഡ് 2 വൈറ്റ് ബോൾസ്. മൊത്തം 9. ഇവിടെ മൊത്തം 10, ഇവിടെ 9. ഇവിടെ മൊത്തം 10 ബോളുണ്ട്, ഇവിടെ 9 ബോളുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? 1 ബോൾ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ബാഗ് 1 ടു ബാഗ് 2. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ബോൾ എടുത്ത് ഇടും. അപ്പോൾ ഇവിടെ 9 ആവും, അവിടെ 10 ആവും അല്ലേ? അതിടും, അത് ഇവൻ്റാ. പിന്നെന്താ പറയുന്നത്? ദ ബോൾ സോ ഡ്രോൺ ഈസ് ഫൗണ്ട് ടു ബി ബ്ലാക്ക് ഇൻ കളർ. ഇവിടെ ഇത് കണ്ടോ? സാധാരണ എന്താ ചോദിക്കുന്നത്? ഇങ്ങനെ എടുത്തിടും, അങ്ങനെ ആകുമ്പോൾ ബ്ലാക്ക് വരാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് വരാനുള്ള പ്രോബിലിറ്റി അല്ല അവർ ചോദിക്കുന്നത്. ബ്ലാക്ക് വരും, ലോക്കായ സംഭവം. എന്താ? അതേ പൂട്ട് നോക്കിയാൽ, പൂട്ടിൻ്റെ സിമ്പിൾ വെച്ച് ഓർമ്മിച്ചോ. ബ്ലാക്ക് വരും, ബ്ലാക്ക് വരും, ബ്ലാക്ക് വരും. അത് ഫിക്സ്ഡാ. അപ്പോൾ അതാണ് ഇവന്റ് നമ്മുടെ. എന്ത്? ബ്ലാക്ക് വരും എന്നുള്ളത്. അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ ബ്ലാക്ക് വന്നാൽ ദെൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് റെഡ്. ഇതിൽ നിന്ന് എടുക്കുന്ന ബ്ലാക്ക് വരുന്ന കേസിലൊക്കെ ഇവിടുന്ന് പോകുന്ന ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. നല്ല ചോദ്യമാണ് ഇത്. ബ്ലാക്ക് വരുന്ന കേസിലൊക്കെ ഇവിടുന്ന് പോകുന്ന ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ അത് നമ്മളെങ്ങനെ ചെയ്യും? ഇവിടുന്ന് പോകുന്ന ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? പ്രോബബിലിറ്റി എഴുതുമ്പോൾ
ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ താഴെ നടന്ന സംഭവങ്ങൾ മേളിൽ നടക്കാനായിട്ട് അവർ ചോദിക്കുന്ന സംഭവങ്ങൾ. ഇവിടെ നടന്ന സംഭവം എന്താ? ബ്ലാക്ക് വരും. നടന്ന സംഭവങ്ങൾ ബ്ലാക്ക് വരും എന്നുള്ളതാണ്. മേളിൽ എന്താ? അങ്ങനെ ബ്ലാക്ക് വന്നാൽ ഇങ്ങോട്ട് പറന്നവൻ, ഇങ്ങോട്ടൊരു പക്ഷി ഇങ്ങനെ പറന്നു പോയല്ലോ, ആ പക്ഷി റെഡ് ആവാനുള്ള സാധ്യത. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? അത് വലിയൊരു ഫ്രാക്ഷനും കിട്ടോ, ഇത്രയും വലുത് വേണം. എന്താ? നടന്ന സംഭവം ബ്ലാക്ക് വന്നു. ബ്ലാക്ക് വരുമ്പോൾ പക്ഷെ എന്തൊക്കെ സംഭവിക്കും? ഇവിടുന്ന് അങ്ങോട്ടൊരു സാധനം പറന്നുകൊണ്ട് ഒരു പക്ഷി. ആ പക്ഷി പല പല കേസിലുണ്ട്. അതായത് എന്താ? പക്ഷിയല്ല, സോറി, ബോളാട്ടോ, വെറുതെ പറഞ്ഞതാ. 3 റെഡ് ബോൾ ഉണ്ട്. മൊത്തം എത്രയിൽ? 10. അപ്പം 10 3 പോകുമ്പോൾ എന്തുകൂടെ നടക്കണം? അവിടെ ചെന്ന് കഴിഞ്ഞ് എടുക്കുന്നത് ബ്ലാക്ക് ആയിരിക്കണം. അപ്പോൾ പോയത് ചുമന്ന ബോളല്ലേ? പക്ഷിന്ന് വരുന്നത്, സോറി, പക്ഷി എന്നുള്ളത് പറഞ്ഞേ കേട്ടോ. പോയത് ചുമന്ന ബോളല്ലേ? ചുമന്ന ബോളാണ്. അപ്പോൾ എന്താ? 9 എന്നുള്ളത് എന്തായി? 10 ആയി. അപ്പോൾ അടിയിൽ 10. എടുക്കേണ്ടത് എന്താ? നടന്നത് എന്താ? ബ്ലാക്ക് അപ്പോഴും എന്താ? 5. കാരണം പോയത് ചുമന്നവനല്ലേ, അല്ലേ? പോയത് ചുമന്നതാ, ചുമന്ന ബോളാ പോയത്. ബ്ലാക്ക് അപ്പോഴും 5. അപ്പോൾ 5/10. ഓക്കെ. ഇനി എന്താ അടുത്ത കേസ്? ഇനി അടുത്തത് ബ്ലാക്ക് വ്യത്യാസം കേട്ടോ. ബ്ലാക്ക് 4 എണ്ണം ഉണ്ട്. എത്ര എണ്ണത്തിൽ? 10 എണ്ണത്തിൽ. അപ്പോൾ 10 4. ഓക്കെ, 10 4. അപ്പുറത്ത് പോകുമ്പോൾ എന്താ? ബ്ലാക്ക് എടുക്കണം. ഇവിടുന്ന് ബ്ലാക്ക് അല്ലേ അങ്ങോട്ട് പോയത്. അപ്പോൾ ഓൾറെഡി 5 ബ്ലാക്ക് ഉണ്ട്. അത് എത്രയായി? 6 ബ്ലാക്കായി. 6 ബ്ലാക്കായി. താഴെ എന്ത് തന്നെയാണ്? 10 തന്നെ. കാരണം എന്താ? പറഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ 9 എന്നുള്ളത് 10 ആയി. മനസ്സിലായല്ലോ? ഇനി അടുത്ത കേസ് എന്താ? വൈറ്റ് പറക്കുക. ഇവിടുന്ന് മൊത്തം 10 ഉള്ളതിൽ 3 വൈറ്റ് അങ്ങോട്ട് പറക്കുന്നു. അപ്പോഴും ബ്ലാക്ക് എടുക്കുന്നു. അപ്പോഴെന്താ? ബ്ലാക്ക് 5 തന്നെയാണ്. 5/10. ഓക്കെ, ഇപ്പോൾ ബ്ലാക്ക് വരുന്നതിന് മൊത്തം കേസായി. നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇതെന്താ? ട്രാൻസ്ഫർ ചെയ്തത് വൈറ്റ്, എടുത്തത് ബ്ലാക്ക്. ട്രാൻസ്ഫർ ചെയ്തത് ബ്ലാക്ക്, എടുത്തത് ബ്ലാക്ക്. ട്രാൻസ്ഫർ ചെയ്തത് റെഡ്, എടുത്തത് ബ്ലാക്ക്. ട്രാൻസ്ഫർ ചെയ്തത് എന്താ? ബ്ലാക്ക്, എടുത്തത് ബ്ലാക്ക്. അങ്ങോട്ട് മാറ്റിയതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ട്രാൻസ്ഫർ എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ട് മാറ്റിയത് വൈറ്റ്, എടുത്തത് ബ്ലാക്ക്. മൊത്തം ആയല്ലോ. എന്താണ്? വേണ്ടതായി, നടന്നതായി. ഇനി എന്താ? ഇനി നമുക്ക് വേണ്ടത് മേളി വരണം. നടന്നത് നമ്മൾ എഴുതി. ഇനി വേണ്ടത് എന്താ? ഇങ്ങോട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് റെഡ്. അങ്ങോട്ട് പോയത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. അത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടില്ലേ? 3/10 × 5/10. അത് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി എന്താ? അപ്പോൾ ഇതെങ്ങനെ വരും? അപ്പോൾ ഇത് വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്കത് വെട്ടി എഴുതിയാൽ മതി. അപ്പോൾ അത് നമ്മൾ മായ്ച്ച് കളഞ്ഞാണ്. അപ്പോൾ ഇത് മേലോട്ട് എടുക്കുക. എന്താ? 3/10 × 5/10. അപ്പോൾ ഈ 10 എല്ലാത്തിലും കോമൺ അല്ലേ? അപ്പോൾ 10 വെട്ടിപ്പോവല്ലോ. 10 വെട്ടിപ്പോവും. പിന്നെന്താ? 3യും കോമൺ ഉണ്ടല്ലോ. 3 6 2 3. അപ്പോൾ എന്താ ഇവിടെ വരുന്നത്? 5/5 + 2. 5 + 2 അല്ല, 5 + 4 × 2 8 + 5 18. 5/18. എന്താ ഉത്തരം? 5/8 എന്താ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ ഇതുപോലെ വായിച്ച് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. നമ്മൾ വർക്കിലോട്ട് വന്നിരിക്കുക. ടൈം ആൻഡ് വർക്ക്. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ പോസ് ചെയ്ത് നല്ലോണം 2-3 വട്ടം വായിച്ചോ. ഞാൻ ഒരുപാട് വട്ടം വായിക്കുന്നില്ല, കാരണം ഈ പ്രോബ്ലം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ക്ലാസ്സിന് വേണ്ടി ഇത് ക്വസ്റ്റ്യൻ എഴുതി എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചോ. ഞാൻ വായിക്കാം. എ ക്യാൻ ഡു 1/5 ഓഫ് എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days. അതായത് എ ഉണ്ട്. എക്ക് ഒരു വർക്ക്, ടോട്ടൽ ഒരു വർക്ക്, അതിൻ്റെ 5/1. അതായത് ആ ടോട്ടൽ വർക്കിനെ ഇങ്ങനെ ഇപ്പം എ 1 2 3 4 5 ഇങ്ങനെ നമ്മൾ 5 ഭാഗമാക്കിയാൽ അതിലെന്താ? 5/1 1/5. 5/1 എക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? 20 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ?
5-1 20 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പം മുഴുവൻ എത്ര ദിവസം എടുക്കും? 20 20 20 20 അങ്ങനെ എന്താ 1 2 3 4 5 20 × 5 100. എക്ക് മുഴുവൻ വർക്കും 100 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ബിയുടെ കാര്യം എടുക്കൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ബി ക്യാൻ ഡു 30%. അയ്യടാ, ഇവിടെ 30% ആക്കി തന്നിരിക്കുക. നമ്മൾ കണ്ടുപിടിക്കില്ലെന്ന് പറയുന്ന പോലെ നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയാ? എന്താ മൊത്തം ഉള്ള വർക്ക് എത്രയാ? അപ്പോൾ മൊത്തം ഉള്ള വർക്ക് എത്രയാ? 100% അല്ലേ? അതിൽ 30% 36 ദിവസം കൊണ്ട് തീർക്കാമെന്ന്. അപ്പം 30% ബാക്കി എത്ര ഉണ്ട്? ബാക്കി ഒരു 30% കൂടെ ഉണ്ട്, പിന്നെ ഒരു 30% കൂടെ ഉണ്ട്. കാരണം എന്താ? 30 30 30 90, പിന്നെന്താ ഒരു 10% കൂടെ ഉണ്ട് അല്ലേ? അല്ലേ അല്ലേ? അപ്പം എന്താ? ഇവിടെ 36, ഇവിടെ 36, ഇവിടെ 36, പിന്നെ 10% എന്താ? 30% 36 ആണെങ്കിൽ 10% എന്താ? 36/3. ഇതല്ലേ നമ്മുടെ 12 അല്ലേ? 12. അപ്പം എന്താ? 36 × 3 എന്താ? 36 × 3 എന്താ? അപ്പം എന്താ മൊത്തം എത്ര ദിവസം വന്നു? 36 × 3 എന്ത് വന്നു? നമ്മൾ 108 + 12 എന്തായി? 108 + 12 തന്നെ അല്ലേ? അത് തന്നെ 120. മൊത്തം എത്ര? 120 ദിവസത്തിൽ തീർന്നു. ബി 120 ദിവസം. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോ, കാരണം ഞാനിത് മായ്ക്കും, എനിക്ക് സ്ഥലം വേണം. എ എടുത്തത് 100 ദിവസം, ബി എടുത്തത് 120 ദിവസം. സി നോക്കാം അടുത്തത്. സി എന്താ? സിയും പെർസെൻറ്റേജിൻ്റെ കേസിലാണെന്നല്ലേ പറഞ്ഞു. സി ക്യാൻ ഡു 80% ഓഫ് ദ സെയിം വർക്ക് ഇൻ 160 days. അതായത് മൊത്തം വർക്ക് 100%ൻ്റെ 80%. 80% അവിടെ ഇരിക്കും. 80% എന്താ? എത്ര പറഞ്ഞിരിക്കുന്നത്? 160 days. 160 days. അപ്പോൾ ബാക്കി എത്ര ശതമാനം ഉള്ളത്? മൊത്തം വർക്കിൻ്റെ 80% ആണെങ്കിൽ ബാക്കി എത്ര ശതമാനം ഉള്ളത്? 20%. അപ്പോൾ 20% എന്താ? 80% 160 ആണെങ്കിൽ 40% 80 അല്ലേ? 40% 80 ആണെങ്കിൽ 20% എന്താ? 40. അപ്പോൾ 160 40 എല്ലാം കൂടെ എത്ര വന്നു? 200 days. അപ്പോൾ മനസ്സിലായല്ലോ? ഇവർ 3 പേരും കൂടെ ഈ വർക്ക് തീർക്കാനായിട്ട് മൊത്തം എടുക്കുന്ന ദിവസം എ എടുക്കുന്നത് 100 ദിവസം, ബി എടുക്കുന്നത് 120 ദിവസം, സി എടുക്കുന്നത് 200 ദിവസം. ഇത് നിങ്ങൾ ഞാനിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ബ്രെയിനിൽ പെട്ടെന്ന് വർക്കൗട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം 80%, 20, 30%, 1/5 ഒക്കെ അറിയുന്നതുകൊണ്ട് പരീക്ഷയിൽ പെട്ടെന്ന് വർക്കൗട്ടാണ്. അറ്റ്ലീസ്റ്റ് ഒരു 10 സെക്കൻഡിലെങ്കിലും ഈ സാധനം വർക്കൗട്ട് ആക്കിയിട്ട് എ 100 ദിവസം എടുക്കുന്നു, ബി 120 ദിവസം എടുക്കുന്നു, സി 200 ദിവസം എടുക്കുന്നു എന്നുള്ളത് വർക്കൗട്ട് ആവണം. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തോ, ഇത് മൈൻഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മായ്ക്കുകയാണേ. ഈ ഫാക്റ്റ് നമുക്ക് എഴുതാം. എ 100, ബി 120, സി 200 അല്ലേ? എഴുതി വെക്കട്ടെ, മറന്നു. എ 100, ബി 120, സി 200 ദിവസം. ഈ 3 ആൾക്കാരും ടോട്ടലി ഇത്രയും ദിവസം എടുക്കും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി എന്താ? നമുക്ക് ടോട്ടൽ ഡേയ്സ് ഓഫ് വർക്ക് ഉണ്ടെങ്കിൽ അതെന്താ? അപ്പോൾ എന്താ ഇത് എന്ത് വരും? ഒരു മിനിറ്റ്. കറക്റ്റ് അല്ലേ? തെറ്റല്ല. അതെ LCMൻ്റെ അത് വരുമോ നോക്കിയപ്പോൾ തെറ്റാ. അപ്പോൾ എയും ബിയും സിയും കൂടെ നോക്കിക്കേ. എ 100 ദിവസത്തിൽ തീർക്കും, ബി 120 ദിവസത്തിൽ തീർക്കും, സി 200 ദിവസത്തിൽ തീർക്കും. എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന എന്താ? നമ്മൾ LCM നോക്കണം. LCM ഇപ്പോൾ ഏറ്റവും വലുത് 200. 200 100 കൊണ്ട് ഡിവിസിബിൾ ആണ്. 120 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അടുത്ത എന്താ? 200ൻ്റെ മൾട്ടിപ്പിൾ 400. 400 100 കൊണ്ട് ഡിവിസിബിൾ ആണ്. 120 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അടുത്ത എന്താ? 600. 600 100 കൊണ്ട് ഡിവിസിബിൾ ആണ്. 120 കൊണ്ട് ഡിവിസിബിൾ ആണ്, 5 വരും. 200 കൊണ്ട് ഡിവിസിബിൾ 3 വരും. അപ്പോൾ 600 ഡിവിസിബിൾ ആണ്. അപ്പോൾ 600 LCM ആയിട്ട് വരുന്നത്. 600. ഓക്കെ, എന്താ? 600/100 6. എഫിഷ്യൻസി ആട്ടോ, എഫിഷ്യൻസി. 600/120 5. 600/200 3. ഓക്കെ. ഇനി പറഞ്ഞിട്ടുള്ള എന്താ? ഇഫ് ദ റേഷ്യോ ബിറ്റ്വീൻ ആഫ്റ്റർ X days ബി ആൻഡ് സി ടുഗദർ സ്റ്റാർട്ടഡ് ആൻഡ് വർക്ക് ഫോർ X days. ബിയും സിയും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് എന്താ? X days വർക്ക് ചെയ്ത് ബിയും സിയും കൂടെ ഒരുമിച്ച്. അപ്പോൾ ബിയുടെ സിയുടെ എഫിഷ്യൻസി ഒരുമിച്ച് എന്താ? 5ഉം 3ഉം 8. 8 ഇൻറ്റു വർക്ക് ചെയ്ത ദിവസം 8x. അതുപോലെ തന്നെ എന്താ? ആഫ്റ്റർ X days ബി ലെഫ്റ്റ്. ഇപ്പോൾ ബി പോയി X days കഴിഞ്ഞപ്പോൾ.
പിന്നെ ആര് വന്നു? എ വന്നു. എന്നിട്ട് എയും സിയും കൂടെ തുടങ്ങി. അപ്പോൾ എയും സിയും കൂടെ തുടങ്ങിയത് എത്ര ദിവസമാണ് തുടങ്ങിയത്? X-41 ഡേയ്സിലാണ് തുടങ്ങിയത്. X-41 ഡേയ്സത്തേക്കാണ് തുടങ്ങിയത്. എയും സിയും കൂടെയുള്ള എഫിഷ്യൻസിയോ 6 3 9. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്താ? ഇഫ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വർക്ക് ഡൺ ബൈ ബി പ്ലസ് സി ടുഗദർ ടു ദ വർക്ക് ഡൺ ബൈ എ പ്ലസ് സി ടുഗദർ ഈസ് 19:16. അതായത് ബിയും സിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തതിൻ്റെ 8x, അതിൻ്റെ എയും സിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനുള്ള റേഷ്യോ ഇത്. അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവിഷൻ ഇടാം. എന്ന് പറഞ്ഞാൽ എന്താ? 19:16. അതായത് എന്താ? 19/6 എന്ന് നമുക്ക് ഡിവിഷൻ ഇടാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഒരേ റോയിലുള്ളത് ക്യാൻസൽ ചെയ്യാമല്ലോ. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എന്താ ഇതിനെ നമുക്ക് 3 കൊണ്ട് കെട്ടിക്കൂടെ? 3 കൊണ്ടാകുമ്പോൾ 2 3 അല്ലേ? അപ്പോൾ എന്താ ഇവിടെ വരുമ്പോൾ എന്താ? ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16x ഈക്വൽ ടു അല്ലേ? 16x ഈക്വൽ ടു 19 × 3. 19 ഇൻറ്റു ഇത് അങ്ങോട്ട് പോകുമ്പോൾ 19 × 3x ആവില്ല. 19 × 3 എന്ത് വരും? 27 57. 57x മൈനസ് എന്താ? 19 × 41. അല്ലല്ല സോറി, 90 ഫുൾ കൺഫ്യൂഷനാണ്. 57x മൈനസ് 57 × 41. 19 × 3 അല്ലേ? 57 × 41. ഓക്കെ, കറക്റ്റായില്ലേ? 16x ഓക്കെ, കറക്റ്റായി. അപ്പം എന്താ? ഈ മൈനസ് 16 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഈ മൈനസ് ഇപ്പുറത്ത് വന്ന് പ്ലസ് ആവും. അതായത് 57 × 41 എന്നുള്ളത് എന്താ? 57x അപ്പുറത്ത് 16x അപ്പുറത്ത് പോയില്ല. 57x ന്ന് 16x പോയാൽ 57x ന്ന് 10 പോയാൽ 10x പോയാൽ 47x. അതിൽ നിന്ന് പിന്നെ 6 പോയാൽ എന്താ? 41x ആയി. 41x. അപ്പോൾ കാര്യം എളുപ്പമായില്ലേ? കാരണം ഈ 41 വിട്ടു. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 57 തന്നെ വരും അല്ലേ? കൊള്ളാം. x എന്ന് പറഞ്ഞാൽ 57 വന്നു. x എന്ന് പറഞ്ഞാൽ 57 വന്നു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? Then what fraction of the same work can be completed by C alone in 2x days? സിക്ക് മാത്രം 2x ഡേയ്സിൽ എന്താണ് എത്ര ഫ്രാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്? എന്താ ടോട്ടൽ വർക്കിൻ്റെ എത്ര ഫ്രാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്? ടോട്ടൽ വർക്ക് ഇത് നമ്മളിവിടെ നോക്കിയിട്ടുണ്ടല്ലോ. എല്ലാം കൂടെ ഉള്ള കോമൺ ആയിട്ട് എടുത്തത് 600. അതിൽ എത്ര സിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? അതെന്താ? സിയുടെ എഫിഷ്യൻസി എന്താ? 3 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് 2x. എക്സ് എന്താ? 57 അല്ലേ? 2 ഇൻറ്റു 57 ആയിരുന്നോ? 50 ഇതല്ലേ? 57 തന്നെ. 57 2 × 57 അല്ലേ? 2x. എക്സ് 57 നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ? ആയി. അപ്പോൾ ഇതെന്താ? 2 100 57/100. ഏതാ? ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ 57/100 ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പോവാം. ഹലോ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ജോമെട്രി കണ്ടല്ലോ. ഇഫ് ട്രയാങ്കിൾ XYZ എന്താ സിമ്പിൾ? കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ LMR. അപ്പോൾ ഇപ്പോൾ XYZ കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ LMR എന്ന് വന്നാൽ എങ്ങനെയാ? ഇത് ഇങ്ങനെ സെയിം അല്ലേ? ആദ്യത്തെ 2 സെയിം, പിന്നെന്താ അവസാനത്തെ 2 സെയിം, ആദ്യത്തെ 3-ാമത്തെ സെയിം. അപ്പം എന്താ? XY ഈക്വൽ ടു LM അല്ലേ? YZ ഈക്വൽ ടു MR. പിന്നെന്താ? XZ ഈക്വൽ ടു LR. അങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, XY എന്താ? 2M + 1 ഈക്വൽ ടു എന്താ? ML അല്ലെങ്കിൽ LM 5. അപ്പം M എന്ത് വരും? M 2 വരില്ലേ? M 2 വരും. മനസ്സിലായില്ല എങ്ങനെ വന്നത്? പെട്ടെന്ന് മെയിൻസ് എഴുതുന്ന പിള്ളേരാ, എഴുതി ചെയ്യരുത്, പെട്ടെന്ന് ചെയ്യണം. YZ ഈക്വൽ ടു MR. YZ എന്താ? 2P + 2
എം ആർ എന്താ 8 അല്ലേ, 8 3 അപ്പൊ എന്താ y z ഈക്വൽ ടു എം ആർ എന്ന് പറയുമ്പോൾ പി എന്ത് വരും, ഇത് പി ആട്ടോ, സോറി ഞാനിങ്ങനെ പെട്ടെന്ന് എഴുതുമ്പോൾ ഇത് എം ആണ് 2, ഇത് പി ആണ് 3, കാരണം 2p + 2 8 ആകുമ്പോൾ പി 3 അല്ലേ, പി 3. പിന്നെ എന്താ എക്സ് ഇസഡ് ഈക്വൽ ടു എൽ ആർ എന്ന് പറയുമ്പോൾ എന്താ, എക്സ് ഇസഡ് എന്താ ഫിഗറിൽ നോക്കിയേ 7, എന്താ എൽ ആർ എന്താ 2x - 1, അപ്പൊ എന്താ 2x ഈക്വൽ ടു 8, എക്സ് ഈക്വൽ ടു 4, അപ്പോ എന്താ വരുന്നത്, എക്സ് ഈക്വൽ ടു 4, കറക്റ്റ് അല്ലേ. എം 2 പി 3 എക്സ് 4, അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്, എം പ്ലസ് എക്സ് പ്ലസ് പി എന്താ 4 5 9, ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ എ. ഓക്കെ, സിമ്പിൾ സാധനം കേട്ടോ, സിമ്പിൾ സാധനം. അടുത്തേക്ക് പോകും ഇതാ. അപ്പൊ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ആൻ എയർപ്ലെയിൻ ട്രാവൽസ് 5 times ആസ് ഫാസ്റ്റ് ആസ് എ ബസ്. സ്വാഭാവികം, ബസ്സിനെക്കാട്ടും സ്പീഡാണല്ലോ എയർപ്ലെയിൻ. അപ്പോൾ ഒരു ബസ് പോകുന്നതിനേക്കാളും 5 times ഫാസ്റ്ററിൽ പോകും. ഇഫ് ദ ബസ് കവേഴ്സ് 60 kilometers in 80 minutes, then what distance will the airplane cover in 25 minutes? അതായത് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തുടരാനുള്ള കാര്യം എന്തായിരിക്കും, ബസ് 60 kilometer 80 minutes കണ്ടോ, പക്ഷേ എന്താ എയറോപ്ലെയിൻ അങ്ങനെയാണെങ്കിൽ 25 minutes എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കിത് ഇങ്ങനെ ഈ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസിൽ തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സിൽ എപ്പോഴും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനതെ ഒരു രീതിയിലോട്ട് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് വായനയിൽ തോന്നുന്ന കൺഫ്യൂഷനാണ്. അപ്പോൾ മാത്സ് എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ഈ ഒന്നായ നിന്നയിഹ രണ്ടെന്നു അതിലുണ്ടായൊരു ഇണ്ടൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് മാത്സ്. ശരിക്കും ഇത് രണ്ടും ഒന്ന്, ഇവരിങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒന്നെന്ന് ഞാൻ ഉദ്ദേശിച്ച അതിനെ ഏറ്റവും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ഥലത്തിലോട്ട് കൊണ്ടുവരണം. ബേസിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ കൊണ്ടുവരുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, എയറോപ്ലെയിൻ ട്രാവൽസ് 5 times ആസ് ഫാസ്റ്റ് ആസ് എ ബസ്. ഒരു ബസ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി സ്പീഡിൽ എയറോപ്ലെയിൻ ട്രാവൽ ചെയ്യുമല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ബസ് 80 minutes 60 kilometers. 80 minutes 60 kilometers ആണെങ്കിൽ 1 minute ബസ് എത്ര കവർ ചെയ്യും, എന്താ 60/80. ഇതെന്താ ഇത് 1 minute ബസ് കവർ ചെയ്യുന്നതാണ്. 1 minute ബസ് കവർ ചെയ്യുന്നത് കിട്ടി. അങ്ങനെയാണെങ്കിൽ 25 minutes ബസ് എത്ര കവർ ചെയ്യും, ഇൻറ്റു 25. ഓക്കെ, അപ്പം 25 minutes ബസ് ഇത്രയും കവർ ചെയ്യുമല്ലോ. 25 minutes ബസ് ഇത്രയും കവർ ചെയ്യുമല്ലോ. ചോദിച്ചിരിക്കുന്നത് എന്താ, അങ്ങനെയാണ് എയറോപ്ലെയിൻ 25 minutes എത്ര കവർ ചെയ്യും. എടാ, ഒരേ 25 minutes ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എയറോപ്ലെയിനും ബസ്സും പോകുന്നു. എയറോപ്ലെയിൻ എന്താ ബസ്സിനെക്കാട്ട് 5 ഇരട്ടി സ്പീഡാണ്. അതിൻ്റെ അർത്ഥം എന്താ, എയറോപ്ലെയിൻ ബസ്സിനെക്കാട്ട് 5 ഇരട്ടി ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നല്ലേ. കാരണം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുകയല്ലേ ചെയ്യുന്നത്. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അത്രയും ഡിസ്റ്റൻസ് പോകും. സ്പീഡും ഡിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ലേ. അപ്പോൾ അതെ, ഒരു 25 minutes ആ ബസ് ഇത്രയും ദൂരം എത്തി. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, അതിൻ്റെ 5 ഇരട്ടി എയറോപ്ലെയിൻ എത്തും. അത്രേ ഉള്ളൂ ഉത്തരം. ഓക്കെ, ഇനി നമ്മളത് വെട്ടുമ്പോൾ എന്താവും, ഇത് 6 8 3 4 അല്ലേ, 3 4 എന്നാവും അല്ലേ. അപ്പോൾ എന്താ 25 × 5 125 25 × 5 5 ക്യൂബ് 125 × 3 എന്ന് വരും. 125 × 3 എന്ന് പറയുമ്പോൾ എന്തായി, 375. സോ 375/4 എന്ന് പറയുമ്പോൾ എന്തായി, 37. ഇത് 4 9 36 താഴെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ 9 വരും. പിന്നെന്താ, ഓപ്ഷൻസിലോട്ട് നോക്കണം കേട്ടോ, ചിലപ്പോൾ മുഴുവൻ ചെയ്ത് പോകാതെ കിട്ടും. അപ്പോൾ എന്താ 36 1 15 4 3. അപ്പോൾ എന്താ 93 തുടങ്ങുന്ന ഏതാ ഓപ്ഷനുള്ള എ. ഓപ്ഷൻ എയിൽ അതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഒന്നായ നിന്നയിഹ രണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഫിലോസഫികൾ നിങ്ങൾ ഓർക്കണം മാത്സിനെ സംബന്ധിച്ച്. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടൈം ഡിസ്റ്റൻസോട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കും, ഇതിനെ ഒരുമിച്ചാക്കണമല്ലോ, അതിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റിലോട്ട് കൊണ്ടുവരണമല്ലോ. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെ അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ യൂണിറ്റിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് മാത്സിൻ്റെ ഫിലോസഫി. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം. എന്താ ഓപ്ഷൻ എന്താ, 93.75 അല്ലേ? 93.75
കിലോമീറ്ററാണ് ഉത്തരം. കൺവേർഷൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം പാർട്ട് 3 നമ്മൾ പാർട്ട് 3 നമുക്ക് തൽക്കാലം എത്ര മതി. ഞാൻ സാധാരണ 45 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ നല്ല ടൈം സ്പാൻ എന്ന് പറഞ്ഞാൽ, അല്ല അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും പോയൊരു 4 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്യുക നന്നായിട്ട്. പിന്നെ ചെയ്ത് പഠിക്കുക. പെൻ തൊടാതെ ചെയ്യാൻ പറ്റുന്നതൊക്കെ പെൻ തൊടാതെ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഇതാണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പോയിട്ട് ആദ്യം ഇട്ട വീഡിയോ ഫസ്റ്റ് പാർട്ട് ആദ്യം കാണണം. കേട്ടല്ലോ, ഇവിടുന്നേ തുടങ്ങരുത്, ഫസ്റ്റ് പാർട്ട് തൊട്ട് കണ്ടിട്ട് വരണം. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പ്രിപ്പറേഷനൊക്കെ നല്ല ശക്തമായിട്ട് നടക്കട്ടെ.